നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ എത്തിച്ചേരും. ഈ മാസം 28-ന് കൊപ്പത്ത് നടക്കുന്ന LDF റാലി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലം LDF റാലിയാണ് ഈ മാസം 28-ന് ശനിയാഴ്ച വൈകുന്നേരം 5-ന് കൊപ്പത്ത് വെച്ച് നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും LDF നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പട്ടാമ്പി അസംബ്ലി മണ്ഡലം റാലി ഈ മാസം 28-ാം തീയതി കൊപ്പത്ത് വെച്ച് നടക്കുക. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് അദ്ദേഹം കൊപ്പത്ത് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തിളക്കമാർന്ന രാഷ്ട്രീയവും. കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതാണ് ശരിയെന്നാണ് അക്കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ തുടർ ഭരണം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇപ്പോൾ കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെന്റ് കഴിഞ്ഞ തവണ വീണ്ടും അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ വയനാട് ചൂരൽമല എന്താവുമായിരുന്നു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം ഉണ്ടാവാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ പെൻഷൻ, റോഡുകൾ, ഈ വക വികസന മാറ്റങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇത് നമുക്ക് പട്ടാമ്പിയിലൂടെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും LDF റാലികൾ വരും ദിവസങ്ങളിൽ നടത്തും. നേതാക്കളായ സുഭാഷിണി അലി, പന്നിയൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്നുണ്ട്. മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി വിലയിരുത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ ആകെ ഉണ്ടായ ഒരു തരംഗമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്, അത് ആരും മനസ്സിലാക്കിയില്ല, തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്യുകയും വലിയ രൂപത്തിൽ വർഗീയത പ്രചരിപ്പിക്കുകയും നല്ല രൂപത്തിൽ പണം ഇറക്കും ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ആ അവസ്ഥ പിന്നീട് ഞങ്ങൾ വീട് വീടാന്തരം കയറി ആളുകളെ കണ്ട് ഗൃഹസന്ദർശനം നടത്തി കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിധി ആയിരിക്കില്ല ഈ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വിധി. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ വെല്ലുവിളിയായി കാണുന്നില്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, MN കരുണാകരൻ, KP അബ്ദുറഹ്മാൻ, സോമൻ, MN സുദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. അതൊരു ഭീഷണിയല്ല. ഞങ്ങള് ഇപ്പൊ ചിലരിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങള് കാര്യമായി യാത്രകളൊന്നും പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന സംസ്കാരം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ എനിക്കില്ല. പിന്നെ അദ്ദേഹം ഇത് ഭീഷണിയാണ്. അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 300 വോട്ട് ജയിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ സ്വന്തം പാർട്ടി നിശ്ചയിച്ചത്. തോറ്റതിന് തുല്യമായിട്ട് 50 വോട്ട് രക്ഷപ്പെടുത്തി അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് ഏറ്റുമുട്ടി അദ്ദേഹത്തെ ഒന്നും. തൃത്താലയിൽ വികസന സംവാദത്തിനുള്ള ക്ഷണം എന്തുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി നിരസിച്ചത്? വസ്തുതകൾ പുറത്തുവരും എന്ന ഭയം തന്നെയെന്ന് പറയുകയാണ് MP രാജേഷ്. അസത്യം പ്രചരിപ്പിക്കാൻ നല്ലത് ഫേസ്ബുക്കിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംവാദത്തിൽ ഏർപ്പെട്ടാൽ സത്യം പുറത്തുവരും. അസത്യം പ്രചരിപ്പിക്കാൻ നല്ലത് ഫേസ്ബുക്കിൽ ഒറ്റയ്ക്കിരുന്ന് പറയുന്നതാണ്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് കിഫ്ബി പ്രഖ്യാപിച്ച 7.5 കോടിയുടെ കെട്ടിടത്തിൻ്റെ ഫോട്ടോ എടുത്തിടാൻ കഴിയുമെങ്കിൽ ആ ഫോട്ടോ എടുത്തിട് എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഒരു വെല്ലുവിളിയായി തന്നെ അത് സ്വീകരിക്കാൻ ആണ് അദ്ദേഹം പറയുന്നത്. ആ വെല്ലുവിളി സ്വീകരിച്ചാണല്ലോ കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാക്കിയത്. അതിൻ്റെ ഫോട്ടോ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതാ എടുത്തിട്ടിരിക്കുന്നു എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ 9ാമത്തെ പേജിൽ. അദ്ദേഹം വെല്ലുവിളിച്ചതാണ് നിങ്ങൾക്കത് കഴിയുമോ എന്ന് 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ തെരഞ്ഞെടുപ്പ് കാലം ആയപ്പോഴേക്കും ഞാനത് പൂർത്തിയാക്കിയിരിക്കുന്നു. അത് 9ാമത്തെ പേജിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ആ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് അതിൻ്റെ ആൾ ഞമ്മളാണ് എന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സംവാദത്തിന് വരാത്തതെന്ന്.
പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. UDF പട്ടാമ്പി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി TP ഷാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മേലെ പട്ടാമ്പി കൽപ്പകയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മണ്ഡലവും കഴിഞ്ഞ 10 വർഷമായി LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും നമുക്കറിയാം. അതിന് മുന്നേ 10 വർഷങ്ങൾക്ക് മുന്നേ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയത്. അതിനെടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയായിരുന്നു. അതിനുശേഷം വന്ന ഈ LDF ഗവൺമെന്റിന്റെ 10 വർഷത്തിൽ അവർ നടത്തിയിരുന്ന ജനസമ്പർക്കത്തെ കുറിച്ച് നമുക്കറിയാം. ജനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു, ജനസമ്പർക്കത്തിന് വേണ്ടി മാത്രം. കോടികൾ ചെലവഴിച്ച് അവരൊരു ജനസമ്പർക്ക പരിപാടി നടത്തി. പക്ഷെ ഒന്നുമല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് അവസാനിക്കുകയും ചെയ്തു. മുൻ MLA CP മുഹമ്മദ്, KP വാപ്പുട്ടി, E മുസ്തഫ, PT മുഹമ്മദ്, സ്ഥാനാർത്ഥി TP ഷാജി, കമ്മുക്കുട്ടി എടത്തോൾ, ജിതേഷ് മൊഴിക്കുന്നം, C സംഗീത, CS സാജിദ്, VM മുഹമ്മദ് അലി മറ്റാന്തളം ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. അടിത്തറ ശക്തമാക്കിയാൽ കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്ന് BJP നേതാവും MP-യുമായ അപരാജിത സാരംഗി. പട്ടാമ്പിയിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. NDA പട്ടാമ്പി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. രാജപ്രസം ഓട്ടോത്തിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. BJP നേതാവും MP-യുമായ അപരാജിത സാരംഗി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അടിത്തറ ശക്തമായാൽ കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു. വലിയ പ്രതീക്ഷയാണ് NDAക്ക് ഇത്തവണ കേരളത്തിലുള്ളതെന്നും അവർ സൂചിപ്പിച്ചു. If BJP government comes, your lives will change. In Kerala, we have either LDF or UDF. One time LDF, one time UDF. What is this going on? LDF is into corruption. If UDF comes, it will be into corruption. Prime Minister Modi's government is free from corruption, completely transparent, and we believe in 2 words: development and seva, service. Development, vikas, and service. We are talking of Viksit Kerala. That can happen only when Prime Minister Modi's government comes here and it is a BJP chief minister in your state. You must realize this and you must tell your people in your villages. മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായിരുന്നു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി C അനിൽകുമാർ, ശ്രീജേഷ്, അനൂപ്, രജിൻ കൃഷ്ണ, സുമാ സത്യൻ, PT വേണുഗോപാൽ, ഗിരിജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF സ്ഥാനാർത്ഥി MB രാജേഷിനെ വിജയിപ്പിക്കാൻ ചാലിശ്ശേരി തണ്ണീർക്കോട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. TP കുഞ്ഞുണ്ണി, അബ്ദുള്ളക്കുട്ടി, PB സുനിൽ, ബാലൻ മാസ്റ്റർ എന്നിവർ ഉൾപ്പെടെ കേരള കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു. LC സെക്രട്ടറി വിജയമ്മ ടീച്ചർ സ്വാഗതവും LC അംഗം CK ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കാർഷിക സമൃദ്ധിയുടെ വിളനിലമായ തൃത്താലയിലെ കർഷകരോട് വലിയ അനീതിയാണ് ഇടതു സർക്കാർ കാണിക്കുന്നതെന്ന് തൃത്താല നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ തൃത്താല, പട്ടിത്തറ, നാഗലശ്ശേരി പഞ്ചായത്തുകളിലായി പരന്നുകിടക്കുന്ന കായൽപ്പാടമാണ് പുളിയപ്പറ്റ കായൽ. എന്നാൽ കാലങ്ങളായി ഈ ഭാഗത്തേക്ക് ഒരു വികസന പ്രവർത്തനവും തൃത്താലയിലെ നിലവിലെ MLAയോ മുൻ MLAയോ കൊണ്ടുവന്നിട്ടില്ല. തൃത്താല, മേഴത്തൂർ, വട്ടക്കുളം പാടങ്ങളിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സാണ് പുളിയപ്പറ്റ കായൽ. വികസനമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് ഈ പാടങ്ങളിലേക്ക് വെള്ളം എത്തുന്നത് ദുഷ്കരമാണ്. വലിയ തോതിലുള്ള ജലക്ഷാമമാണ് ഇവിടെ നേരിടുന്നത്. ടൂറിസം മേഖലയിലേക്ക് അനുയോജ്യമായ ഒട്ടേറെ സാധ്യതകൾ ഉണ്ടായിട്ടും ഒരു പദ്ധതിയും അനുവദിച്ചിട്ടില്ല. NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ അനുയോജ്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്നും തൃത്താലയെ കാർഷിക ഹരിത സൗന്ദര്യ ഭൂപ്രദേശമാക്കി മാറ്റുമെന്നും V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. തൃത്താല കാർഷിക
വികസനത്തിനും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി കാർഷിക മേഖലയിലെ സമൃദ്ധിക്കും പേരുകേട്ട സ്ഥലമാണ്. ആ കാർഷിക മേഖലയിലെ കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ചെയ്യാത്ത ഒരു MLAയും മന്ത്രിയുമാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. ഇതിനു മുൻപുള്ള MLAയ്ക്കും ഇതിലൊരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാർഷിക സമൃദ്ധിയുടെ വിളനിലമായിട്ടുള്ള തൃത്താലയുടെ കർഷകരോട് ഏത് തരത്തിലുള്ള അനീതിയാണ് ഈ സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടവും നിർവഹിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും MLA ആയി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തൃത്താലയുടെ കാർഷിക സമൃദ്ധിയുടെ തൃത്താലയുടെ കാർഷിക വികസനത്തിനാവശ്യമായ ഈ പദ്ധതികളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള. പടിഞ്ഞാറങ്ങാടിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ അഴുക്കുചാലിലേക്ക് മറിഞ്ഞ് അപകടം. പടിഞ്ഞാറങ്ങാടി നെല്ലിപ്പടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയായിരുന്നു അപകടം. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കിടെ നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് കാർ റോഡരികിലെ അഴുക്കുചാലിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് നിസ്സാരമായി പരിക്കേറ്റു. ആറങ്ങോട്ടുകര തളി സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻവശത്തിനും തകർച്ച സംഭവിച്ചു. നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു അദ്ദേഹം. പ്രശസ്ത നാടക അഭിനേതാക്കളായ O. മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. അവരുടെ മകൻ ദിവ്യദർശൻ സിനിമാഭിനേതാവാണ്. നടനും MLAയുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. പട്ടാമ്പിയിലെ അതിഥി തൊഴിലാളി ക്യാമ്പിൽ എക്സൈസിന്റെ പരിശോധനയിൽ ലഹരി വസ്തുക്കളുമായി 2 പേർ പിടിയിലായി. പട്ടാമ്പിയിലെ അതിഥിത്തൊഴിലാളികളുടെ ക്യാമ്പിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ പിടികൂടിയത്. 40 കിലോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 572 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശികളായ 35 വയസ്സുകാരൻ സുബ്രത്, 39 വയസ്സുകാരൻ കരീസേക് എന്നിവരെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് വസന്തകുമാർ, സൽമാൻ റസാലി, സിഇഒമാരായ രാജേഷ്, നിതിൻ, ഡ്രൈവർ സുരേഷ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന കലാ സാംസ്കാരിക സമ്മേളനത്തിൽ ശില്പി VP കുഞ്ഞുണ്ണിയെ പുരസ്കാരം നൽകി ആദരിച്ചു. പുരസ്കാരവും 5001 രൂപ ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. രേവതി വേണു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് സേതുമാധവൻ നായർ അധ്യക്ഷനായി. PM നീലകണ്ഠൻ, V. രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സുധീർ പെരിങ്ങോട് സ്വാഗതവും ട്രഷറർ രാജു ഐനിക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.